നമ്മൾ മലയാളികൾക്ക് പ്രിയങ്കരനും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ VS അച്യുതാനന്ദന് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണ്. അദ്ദേഹം 80ാമത്തെ വയസ്സിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പണ്ട് ശബരിമലയിൽ ഒരു മീറ്റിങ്ങിനായിട്ട് പോയപ്പോൾ മല കയറാനായിട്ട് ഒരിക്കൽ പോലും അദ്ദേഹം റെസ്റ്റ് എടുക്കുകയുണ്ടായില്ല. അപ്പോൾ അത്രയും പല ആളുകളും ചെറുപ്പക്കാരടക്കം ശബരിമല മല കയറുമ്പോൾ പലതവണ റെസ്റ്റ് എടുത്തിട്ടാണ് കയറാറുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു തവണ പോലും റെസ്റ്റ് എടുക്കേണ്ടി വന്നില്ല എന്നും കൂടെയുള്ള പോലീസുകാർക്ക് അതിനാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായെന്നും ആ പോലീസുകാരൻ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയി കഴിഞ്ഞതിന് ശേഷം ഒരു പൊതുപരിപാടിയിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ചുളിവില്ലാതെ വളരെയധികം തിളക്കമുള്ള രീതിയിലുള്ള സ്കിന്നായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാമോ, അദ്ദേഹം വളരെയധികം ആരോഗ്യകാര്യത്തിൽ വളരെയധികം ചിട്ടയുള്ള ഒരാളായിരുന്നു. കൃത്യമായ വ്യായാമം, അതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയുള്ള ഭക്ഷണം, പലതരം ചിട്ടകൾ, ഈ ചിട്ടകളൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് തുടർന്നു വന്നിരുന്ന ഒരാളാണ് അദ്ദേഹം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പോലീസിൽ നിന്ന് കഠിനമായ മർദ്ദനമേറ്റിട്ടും വളരെ ആരോഗ്യത്തോടുകൂടി 101 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു എന്നുള്ളത് അദ്ദേഹം ഈ പിന്തുടർന്നു വന്ന ഈ ആരോഗ്യ ചിട്ടകളുടെ ഒരു ഫലമായിട്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും തിരക്കുകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു ആരോഗ്യ പാഠം എന്നുള്ളത്, നമ്മൾ ചിട്ടയായ ജീവിതം എപ്പോഴും തുടരുക. അതുപോലെ തന്നെ എല്ലാ സമയവും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക. പല ആളുകളുമുണ്ട്, എന്തെങ്കിലും ഒരു ജോലിയിൽ തുടർന്നു കഴിഞ്ഞാൽ ജോലിയിൽ നിന്ന് റിട്ടയർ ആയ ശേഷം ഞാൻ പൂർണ്ണമായി റിട്ടയർ ആയി എന്ന് കരുതുന്ന ആളുകളുണ്ട്. ഇനി എൻ്റെ ജീവിതം വിശ്രമ ജീവിതമാണെന്ന് കരുതുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നവർ അവരുടെ ജീവിതത്തിൽ നിന്നുകൂടി റിട്ടയർ ആവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പം നമ്മൾ റിട്ടയർ ആയാൽ പോലും നമ്മൾ വളരെ ആക്റ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ് ആയിട്ടിരിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് ഹെൽത്തോടുകൂടി, വളരെ ഉഷാറായിട്ട്, വളരെ ഹെൽത്തോടുകൂടി നമ്മൾ എത്ര കാലം ജീവിക്കുന്നോ അത്രയും കാലം നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കും.